ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി നമ്മുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, ജസ്റ്റ് 1 day ബിഫോർ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നാണ് ആക്ച്വലി ആ ദിവസം വന്നിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ എന്താ പറയുക, ഒഫീഷ്യലി നമ്മളെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രാവിലെ 7 മണിക്ക് വന്നിട്ട് ഈ ബലൂണൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ പോയിട്ട് മാറ്റിയിട്ട് ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നത് കേട്ടോ. ലൈക്ക് കറക്റ്റ് 10 മണിക്കാണ് നമ്മുടെ ഇനോഗ്രേഷൻ വന്നിട്ട്. അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്, ഫാമിലി ഫ്രണ്ട്സും പിന്നെ നമ്മളെ നാട്ടുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പോണത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഷോപ്പ് ആയതുകൊണ്ട് അത് ഇച്ചിരി കൂടി എന്താ പറയുക സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ റിബണും കാര്യങ്ങളൊക്കെ കെട്ടി പിന്നെ ഇവിടെ പാറും കുഞ്ചും ഒക്കെ റെഡിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ വന്നിട്ട് ചെയ്തത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട അനുഷ ചേച്ചിയാണ്. സോ അങ്ങനെ നമ്മളെ ഷോപ്പ് എന്താ പറയുക റിബണൊക്കെ കെട്ടി അതൊക്കെ കട്ട് ചെയ്ത് ലൈക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. ആൻഡ് എന്താണ് നമ്മുടെ ഈ ഷോപ്പിലേക്ക് മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ വന്നിട്ട് മണ്ണൂർ വളവാണ് കേട്ടോ. മണ്ണൂർ വളവ് KSEB ഓഫീസ് ഉണ്ട്. അപ്പം നമ്മുടെ KSEBിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇവിടെ മെയിനായിട്ട് കിഡ്സിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഉള്ളത്. കിഡ്സിൽ തന്നെ ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ കുഞ്ഞു മക്കളെ കുപ്പായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലേഡീസിൻ്റെ ലൈക്ക് ചുരിദാർ വെയേഴ്സ്, പിന്നെ മെറ്റീരിയൽ, പിന്നെ അതല്ലാണ്ട് എന്താണ് 2 പീസസ്, പിന്നെ മാക്സി, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. സോ എന്താണ് ഇപ്പം നിലവിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ പോകെ നമ്മൾ ഓൺലൈനിലും കൂടെ ഈ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. സോ നമ്മളിപ്പം ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു മധുരം പകരാൻ വേണ്ടിയിട്ട് അല്ലേ, അതായത് സന്തോഷമാണെങ്കിൽ മധുരം കൊടുക്കണം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലഡുവാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. സോ ചായ, ലഡു, അതുപോലെ എന്താ പറയുക നമ്മുടെ ഈ എരി ബിസ്ക്കറ്റ്, ഓക്കെ, അതാണ് നമ്മൾ ജനറലി കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ അങ്ങനെ ഇന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ അങ്ങനെ ഭയങ്കര വൈഡായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഇവിടുന്ന് എന്താണ് ഒരു പ്രൊഡക്റ്റ് മേടിച്ചത് മുരളിയേട്ടനാണ് കേട്ടോ. ആൻഡ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെയൊന്നും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ മുന്നേ ആയിട്ട് തുറക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് തിരക്ക് പിടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് ഓപ്പൺ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ ജസ്റ്റ് 1 day ബിഫോർ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വളരെ പ്ലെയിനായിട്ട് ഒന്നുമില്ലാത്ത ഷോപ്പിൽ നമ്മൾ ഒരൊറ്റ നൈറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് സാധനങ്ങൾ എന്താ പറയുക റെഡിയാക്കി കംപ്ലീറ്റ് സ്റ്റോക്കൊക്കെ കയറ്റി മൊത്തം ക്ലീൻ ആക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് വിഷുവിൻ്റെ മുന്നേ ആയിട്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു കേസ് വന്നുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്തു. അപ്പോൾ അതാണ് ജനറലി ഉണ്ടായത്. പിന്നെ ഇന്ന് അറിയാലോ ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളുടെ ഷോപ്പിൽ കയറുന്ന ഒരുവിധപ്പെട്ട എല്ലാവരും സാധനം വാങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ അയൽവാസികളാണ്, നമ്മളെ സ്വന്തം പ്രിയപ്പെട്ട അയൽവാസികളാണ്. ഇതൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാറുവിനൊക്കെ അറിയാമല്ലോ, നമ്മളെല്ലാ വീഡിയോയിലും നമ്മളെ പാറുവിനെ നിങ്ങൾ മെയിനായിട്ട് കാണുന്നുണ്ടാവും. ഇപ്പോൾ പാറു പിന്നെ എല്ലാ പരിപാടിക്കും ഉണ്ടേനു. പാറു, അജിയേച്ചി, ഇവർ രണ്ടാളും നിങ്ങൾ എന്തായാലും മുന്നത്തെ വീഡിയോയിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും കൂടെ നല്ല ഉഷാറാക്കുകയാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ എല്ലാ റിലേറ്റീവ്സ് ഒരുവിധപ്പെട്ട ഇങ്ങനെ ഭയങ്കര വൈഡായിട്ട് നമ്മളെല്ലാവരും വിളിച്ചിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് നമ്മുടെ തറവാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ വന്നു. ആൻഡ് പിന്നെ എന്താണ്, അപ്പോൾ ഇതാണ് വന്നിട്ട് നമ്മളെ ട്രയൽ റൂം കേട്ടോ. പിന്നെ അത് മാത്രമല്ല എനിക്ക് എപ്പോഴും തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് നമ്മളെ കുടുംബക്കാരെല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് ആ ഒരു വൈബൊക്കെ അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്നത്തെ ഇനോഗ്രേഷൻ വന്നപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. അതായത് കസിൻസും നമ്മളെ സിസ്റ്റേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ലൈക്ക് എല്ലാവരും വന്ന് നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞ് കുറേ മണ്ടത്തരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇതുമാതിരി ഒരു കാര്യമില്ലാണ് ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ കേസ് പറയാനാണെങ്കിൽ ലൈക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പെട്ടെന്ന് തുറന്നതായിരുന്നു. ബിക്കോസ് നമുക്ക് ഈ വിഷുവിൻ്റെ മുന്നേ തുറക്കണം ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ള സ്റ്റോക്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തുറന്നു. ഇനിയും ഇവിടേക്ക് ഒത്തിരി സ്റ്റോക്സും കാര്യങ്ങളും നമുക്ക് ഇറക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പോകെ നമ്മൾ ചെയ്യും. പിന്നെ അത് കൂടാണ്ട് ഇന്ന് ഇനോഗ്രേഷൻ വന്ന സമയത്ത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ലൈക്ക് ജെൻസിൻ്റെ ഡ്രസ്സുകളും വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു. സോ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ലൈക്ക് മമ്മാസ് ആൻഡ് ലിറ്റിൽസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് തന്നെ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് നമ്മൾ ലേഡീസ് ആൻഡ് കിഡ്സിനുള്ള കേസസ് മാത്രമേ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ പോകെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോക്ക് കുറച്ചൊന്ന് എന്താ പറയുക
കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ജെൻസിൻ്റെ എന്താ പറയുക കേസസും കൂടെ അല്ലെങ്കിൽ ജെൻസിൻ്റെ ഡ്രസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇനി പുക വരുന്നതെന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ സെയിം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈനായിട്ടും കൂടെ നമുക്ക് ഡെലിവറി ചെയ്യാനൊക്കെ ആയിട്ട് അതിനും കൂടെ ഉള്ളൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് തുറന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വരണം. കുറച്ചും കൂടെ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. സോ അതെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ന് നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഷോപ്പ് തുറന്നു, എല്ലാവരും വന്നതിന് ഒരുവിധപ്പെട്ട എല്ലാവരും സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോയി. ആൻഡ് എല്ലാവർക്കും അത്യാവശ്യം ഷോപ്പിനെ പറ്റിയിട്ട് നല്ല ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒത്തിരി സ്റ്റോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിക്കൊണ്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അമ്മയും ദിവ്യമേമിയാണ് ഈ കൗണ്ടറിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗൈസ് ഒരുവിധം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും റിട്ടേൺ പോവുകയാണ്. ഇത് കണ്ടോ പാർത്ത ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നുഴഞ്ഞിട്ടൊക്കെയാണ് ഗൈസ് പോകുന്നത്. അപ്പുറത്തൂടെ പോയാൽ മതി, മര്യാദയ്ക്കുള്ള വഴിയുണ്ട്. പിന്നെ ഒരാൾ പോകുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം ഇതുപോലെ പോവുകയാണ്. അപ്പം എല്ലാവരും പോയി കേട്ടോ. സോ ഇനിയിപ്പോൾ അത് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്യാപ്പിലാണ് അജു വന്നത്. അപ്പോൾ അജുവിനെ ഞാൻ അവിടുന്ന് റോഡിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി കേട്ടോ. അവനെ അറിഞ്ഞിട്ടേ ഇല്ല നമ്മളിങ്ങനെ ഒരു ഷോപ്പ് എടുക്കുന്ന കാര്യം. അതെന്താ ഇവൻ അറിയാഞ്ഞെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ആൻഡ് അങ്ങനെ നമ്മളെ ഈ മഞ്ഞളിടും ചോപ്പിലിടും ഒക്കെ കഴിഞ്ഞ് പോയപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പീടികയിൽ പോയിട്ട് കുറച്ച് ലഡു മേടിച്ചു. പക്ഷേ അവിടെ കാരക്ക ലഡുവാണ് കൈസ് ഉള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ കാരക്ക ലഡു ട്രൈ ചെയ്യണത്. കാരക്ക ലഡു എനിക്ക് അത്രയും കണ്ട് താല്പര്യം തോന്നിയിട്ടില്ല. കഴിച്ചപ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷേ എനിക്ക് മറ്റേ നമ്മളെ നോർമൽ ലഡുവാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ ഷോപ്പിൽ പോയപ്പോൾ നോർമൽ ലഡു ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെങ്കിലും നമുക്ക് അതായത് നമ്മളെ ഷോപ്പിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ, ആദ്യമായിട്ട് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാരക്ക ലഡുവാണ് പിന്നെ വാങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ മാമൻ മാമി ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ 9:15 വീട്ടിലെത്തുന്നത്. അതായത് 9 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് 9:15 കേട്ടോ വീട്ടിലെത്തുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ അതാ ടിങ്കു നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ടിങ്കുവിൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ അപ്പുറത്ത് നിന്ന് കേട്ടോ ഓടിപ്പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം അച്ഛമ്മേൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കേട്ടോ അച്ഛമ്മേൻ്റെ വീട് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഗുളിക എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. ആൻഡ് ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, കാരണം ഇന്നത്തെ ദിവസം മൊത്തം ഭയങ്കര ടയറിങ് ആയിരുന്നു ഗൈസ്. ഒന്നും പറയില്ല, ഭയങ്കര ടയർഡായപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് നല്ലൊരു അൽഫാം മന്തി കഴിച്ചിട്ട് എന്ത് ആ ക്ഷീണം അങ്ങോട്ട് മാറ്റാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം വന്നിട്ട്. നമുക്ക് കൂടുതൽ വീഡിയോസും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.